യാത്രയായ നേരമത്രേ വനവാസകാലത്തു നീ വനവാസയാത്രയായ നേരമത്രേ അയോധ്യ രാജ്യം തൻ്റെ വാക്കുപാലിക്കാനായി സീതാലക്ഷ്മണനോടൊത്തു യാത്രയായ നേരമത്രേ വനവാസകാലത്തു നീ വനവാസയാത്രയായ നേരമത്രേ അമ്മയാം കൈകേയിയാൽ നൽകിയ വസ്ത്രത്താലേ അമ്മയാം കൈകേയിയാൽ നൽകിയ വസ്ത്രത്താലേ 14 സംവത്സരം അയോധ്യ വിട്ടു രാമൻ സീതയും ലക്ഷ്മണനോടൊപ്പം വനവാസയാത്രയായ നേരമത്രേ യാത്രയായ നേരമത്രേ വനവാസകാലത്തു നീ വനവാസയാത്രയായ നേരമത്രേ അയോധ്യ രാജ്യം തൻ്റെ വാക്കുപാലിക്കാനായി സീതാലക്ഷ്മണനോടൊത്തു യാത്രയായി പിതാവിൻ വാക്കിനാൽ പുത്രധർമ്മം പാലിക്കാനായി പിതാവിൻ വാക്കിനാൽ പുത്രധർമ്മം പാലിക്കാനായി അയനം ചെയ്യുന്ന രാമ ശ്രീരാമ അമ്മതൻ ധർമ്മത്തിൽ ഞാൻ കേസല രാജപുത്രേ അമ്മതൻ ധർമ്മത്തിൽ ഞാൻ കേസല രാജപുത്രേ കൗസല്യ ചൊല്ലുന്നു രാമ നീ പോകല്ലേ വനവാസം യാത്രയായ നേരമത്രേ വനവാസകാലത്തു നീ വനവാസയാത്രയായ നേരമത്രേ രാമ രാമ എന്നൊരു വിട്ടു ദശരഥ രാജനപ്പോൾ രാമ രാമ എന്നൊരു വിട്ടു ദശരഥ രാജനപ്പോൾ അറിയാതെ ചെയ്തൊരു ബ്രഹ്മഹത്യാബലം ഗജം തുമ്പി കയ്യാൽ വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടു ഗജം തുമ്പി കയ്യാൽ വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടു ഏതാസ്ത്രം കൊണ്ടു ലഭിച്ച ശാപബലം യാത്രയായ നേരമത്രേ വനവാസകാലത്തു നീ വനവാസയാത്രയായ നേരമത്രേ അയോധ്യ രാജ്യം തൻ്റെ വാക്കുപാലിക്കാനായി സീതാലക്ഷ്മണനോടൊത്തു യാത്രയായി അന്തരമാതാപിതാക്കൾക്കു ദാഹജലത്തിനായി അന്തരമാതാപിതാക്കൾക്കു ദാഹജലത്തിനായി പോയൊരു ബ്രാഹ്മണ ബാലൻ തൻ ഹത്യഹേതുവായ നേരം പുത്രദുഃഖത്താൽ നീയും മരിക്കുമെന്ന ശാപം പുത്രദുഃഖത്താൽ നീയും മരിക്കുമെന്ന ശാപം ബലമിന്നു ഞാനിന്നു അനുഭവിപ്പൂ ദേവി രാമ രാമ എന്നൊരു വിട്ടു ദശരഥൻ കാലം പൂകി രാമ രാമ എന്നൊരു വിട്ടു ദശരഥൻ കാലം പൂകി രാമനോ വനവാസത്തിനു യാത്രയുമായി
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.